നമ്മൾ നേരിട്ടിട്ടുള്ള വലിയ ദുരന്തങ്ങളിൽ നമുക്ക് കൃത്യമായ മുന്നൊരുക്കമുണ്ടാകാത്തത് വലിയ ദുരന്തങ്ങളെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കേരള സർക്കാർ ഒരു പ്രത്യേക തീരുമാനമെടുത്തിട്ടുണ്ട്. ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ദുരന്ത നിവാരണ സേനയെ സജ്ജമാക്കണമെന്ന്. പെട്ടിമലയും പുത്തുമലയും അതുകൂടാതെ വയനാടുമൊക്കെ നമ്മെ ഒട്ടേറെ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ മലപ്പുറം ജില്ലയിലെ ഒരേ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, അതായത് പെരിന്തൽമണ്ണ നഗരസഭ വലിയൊരു ദൗത്യം ഏറ്റെടുക്കുകയാണ്. ഈ നഗരസഭാ പരിധിയിലെ എല്ലാ കുട്ടികളും നീന്തൽ പഠിക്കണം, നീന്തൽ പഠിച്ച് സ്വയം സുരക്ഷിതരാവണം എന്ന ഒരു വലിയ ലക്ഷ്യമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. നഗരസഭാ ചെയർമാൻ നമ്മോടൊപ്പമുണ്ട്. അതുപോലെ ഈ ഫയർഫോഴ്സിൻ്റെ ഇൻസ്പെക്ടർ ബാബുരാജ് സാറുണ്ട്, വൈസ് ചെയർപേഴ്സൺ നസീറ ടീച്ചറുണ്ട്, നഗരസഭാ സെക്രട്ടറി ജി മിത്രൻ സാറുണ്ട്, അതുപോലെ ഹെൽത്ത് ഇൻസ്പെക്ടർ എല്ലാവരും ഉണ്ട്. എല്ലാവരും ചേർന്നാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ഇത്തരം വലിയൊരു ദൗത്യം, അതായത് ഈ മലപ്പുറം ജില്ലയിലെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വലിയ ദൗത്യം ഏറ്റെടുക്കുന്നത്. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിൻ്റെ ലക്ഷ്യം എന്താണ്? നഗരസഭയിലെ മുഴുവൻ ആളുകളും നീന്തൽ പഠിക്കണം. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരന്തം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടണം. വളരെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, ഒരു നീന്താൻ അറിയെങ്കിൽ ജീവൻ രക്ഷിക്കാൻ കഴിയുമെന്നുള്ള ഘട്ടങ്ങളുണ്ടാവും. ആ ഘട്ടത്തിൽ നീന്തൽ പഠിപ്പിക്കുക ഇത് വലിയൊരു ശ്രമകരമായ ഒരു പരിപാടിയൊന്നും അല്ല. പക്ഷേ ആളുകൾ അങ്ങനെ അത്ര പ്രാധാന്യത്തോട് കണ്ടിട്ടില്ല. ഇത് അറിഞ്ഞില്ലെങ്കിൽ ജീവൻ വരെ നഷ്ടപ്പെടാവുന്ന പല ഘട്ടങ്ങളുണ്ട്. അതുതന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് അത്തരം ഘട്ടങ്ങളിൽ. മുമ്പ് നമ്മൾ ഇങ്ങനെ വെള്ളപ്പൊക്കം പല സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളൂ. അത് നമ്മൾ നേരിട്ട് കാണാൻ തുടങ്ങി. നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഏത് സമയത്തും മഴ പെയ്ത് വെള്ളം പൊങ്ങാം, വെള്ളപ്പൊക്കം ഉണ്ടാവാമെന്നൊക്കെ ഉള്ള ഒരു ഘട്ടമാണിപ്പോൾ. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗ്ഗം ഇതാണ്. നമ്മളിപ്പോൾ നൂറ്റാണ്ടിൻ്റെ പ്രളയം വന്നപ്പോൾ നമ്മൾ കണ്ടു പല പ്രമുഖ വ്യക്തികളും നമ്മൾ ബിരിയാണി ചെമ്പിലും മറ്റ് ചെമ്പിലൊക്കെ കയറി രക്ഷപ്പെടുന്നുണ്ട്. നീന്തൽ അറിയാത്തതുകൊണ്ടാണല്ലോ. അവിടെ ഇടയ്ക്കൊരു കാര്യം, നൂറ്റാണ്ടിൻ്റെ പ്രളയത്തിൽ 5 ദിവസം ഞങ്ങളുടെ ഓഫീസിൽ കുടുങ്ങിക്കിടന്ന ഒരാൾ കൂടിയാണ് ഞാൻ. ആ പ്രളയം അനുഭവിച്ച ആളാണ്. പെരിന്തൽമണ്ണ അങ്ങനെ അനുഭവിച്ചിട്ടില്ലെങ്കിൽ പോലും വന്നോടുന്നില്ല എന്ന ചെയർമാൻ്റെ മുൻകരുതൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. തുടരുക. ഞാൻ പറഞ്ഞതാണ്, നമുക്ക് ഈ വെള്ളപ്പൊക്കവും ഇതൊക്കെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നേരിട്ട് അനുഭവിക്കാൻ തുടങ്ങി. ഇതിൽ നിന്ന് രക്ഷ നേടാൻ ഏറ്റവും പ്രധാനമായിട്ട് അവനവൻ്റെ രക്ഷയാണല്ലോ നോക്കേണ്ടത്. പിന്നീടാണല്ലോ. സ്വാഭാവികമായിട്ടും നീന്തൽ അറിയുന്ന ആളുകൾക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും ഒരു പരിധി വരെ. അപ്പോൾ ജീവൻ രക്ഷിക്കാൻ ഉള്ള ഒരു മാർഗ്ഗം എന്ന നിലക്കാണ് ആദ്യഘട്ടത്തിൽ നമ്മളിത് പഠിപ്പിക്കുന്നത്. നമുക്കിതിൽ നിർത്താൻ പോകുന്നില്ല. ദുരന്ത നിവാരണ സേന വേണം. നീന്തൽ അറിഞ്ഞവർ മാത്രം രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സംഭവം എന്നല്ല പല ദുരന്തങ്ങളിലും ഉള്ളത്. അപ്പോൾ ദുരന്ത നിവാരണ സേന തന്നെ നമുക്ക് വേണം. നമുക്ക് സുസ്ഥിരമായിട്ടുള്ള സേനയാണ്. നമുക്ക് ഈ ദുരന്തം വരുന്ന സമയത്ത് മാത്രം ഈ ആളുകളെ തെരഞ്ഞു പോകുന്ന സ്ഥിതി ആണ് നിലവിലുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ ഇതിൻ്റെ ഒന്നും ഭാഗമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ദുരന്തത്തെ മുന്നിൽ കാണുകയാണ്, നേരിൽ കാണുകയാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ദുരന്ത നിവാരണ സേന വേണം. അത് സന്നദ്ധമായ, സുസജ്ജമായ, സുസ്ഥിരമായിട്ടുള്ളൊരു സേന വേണം. അതിൻ്റെ ലക്ഷ്യമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിലേറ്റവും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നീന്തൽ പഠിക്കുക എന്നുള്ളത് തന്നെ. അപ്പോൾ നമ്മളെ കുട്ടികളിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. പല കുട്ടികൾക്കും നീന്തൽ എന്നുള്ളത് കേട്ടറിവ് മാത്രമേ ഉള്ളൂ. മുമ്പൊക്കെ കുളങ്ങളുണ്ടായിരുന്നു, നമ്മളെ തോടുകളിൽ നീന്താൻ പോയിരുന്നു, പുഴയിൽ നീന്താൻ പോയിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, സാധ്യതയല്ല. അപ്പോൾ നമ്മൾ ആ കുളങ്ങൾ ആദ്യം വീണ്ടെടുത്തു. അതിന് 2,18,00,000 രൂപ നഗരസഭ ചെലവഴിച്ചു. ഇപ്പോൾ കുളങ്ങളായി. ഇനി നമ്മളെ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുക എന്നുള്ളതാണ്. 1ാം ഘട്ടത്തിൽ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് നീന്തൽ പഠിപ്പിക്കുന്നത്. ഇത് മറ്റൊരു കാര്യം കൂടിയുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, +1 അപേക്ഷ നേടാൻ നിർബന്ധമൊന്നും അല്ലെങ്കിൽ പോലും നീന്തൽ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നത് കേട്ടു. അപ്പോൾ നമ്മുടെ നഗരസഭയിൽ ഇഷ്ടംപോലെ ആളുകൾ വരാറുണ്ട്. ആ സമയത്ത് നീന്തൽ അറിയുമോ ചോദിച്ചാൽ അവർ പറയുന്നത് അവരുടെ സെൽഫ് ഡിക്ലറേഷനാണ് നമ്മൾ സാക്ഷ്യപ്പെടുത്തുന്നത്, സർട്ടിഫിക്കറ്റായിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം. ഇവിടെ എല്ലാ കുട്ടികളെയും നീന്തൽ പഠിപ്പിച്ച് ആ സർട്ടിഫിക്കറ്റുമായിട്ട് അവർ വന്നാൽ നമുക്കവിടെ ആ നീന്തൽ സർട്ടിഫിക്കറ്റ് കൊടുക്കാവുന്ന സ്ഥിതി ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ഇപ്പോൾ കുട്ടികളിലാണ് നമ്മൾ പരിശീലനം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതവിടെ അവസാനിക്കുന്നില്ല. തുടർന്ന് മറ്റു നീന്തലറിയാത്ത മുഴുവൻ ആളുകളെയും പഠിപ്പിക്കാനാണ്. നമുക്ക് അതിനുള്ള സോഴ്സ് ഇവിടെ ഉണ്ട്. 16 കുളങ്ങളുണ്ട്. നമുക്ക് അതിന് സന്നദ്ധരായിട്ടുള്ള വിങ്ങുണ്ട്, സേനയുണ്ട്. പിന്നെന്താ നമുക്ക് പഠിപ്പിച്ചാൽ. അപ്പോൾ അതാണ് നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യം വെക്കുന്നത്. അതായത് പെരിന്തൽമണ്ണ നഗരസഭ ഏകദേശം 16 കുളങ്ങളാണ് 2 കോടിയിലേറെ രൂപ ചെലവഴിച്ച് നവീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ കുന്നപ്പള്ളിയിലെ കളത്തിലക്കര കുളം തന്നെ ഏകദേശം 45 ലക്ഷം രൂപ 49 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ചത്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ നീന്തൽ പഠിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. ഈ നീന്തൽ പഠിപ്പിക്കുന്നതിനായി ട്രോമാ കെയർ, അതുപോലെ സിവിൽ ഡിഫൻസ്, മറ്റുള്ള നാട്ടുകാരെല്ലാവരും ഒരുമിച്ചാണ്. ഈ നാടിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന നിലയ്ക്ക് നാട് ഒരുമിച്ചാണ് ഇത്തരമൊരു സംഭവത്തിന് ഒരുമിച്ചാണ് ഈ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത്. ഏതായാലും വലിയൊരു സംഭവമായി മാറുക മാത്രമല്ല,
നേരത്തെ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നൊരുക്കം വേണം. ദുരന്തങ്ങൾ എപ്പോൾ സംഭവിക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല. നമ്മളൊരിക്കലും നേരിട്ടിട്ടില്ലെങ്കിൽ പോലും നമുക്കും ചിലപ്പോൾ വന്നു ചേരാം. അതൊരു മുൻകരുതലാവണം. അത് ഏറ്റവും നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. അത് ഒരു സുരക്ഷാ മാനദണ്ഡമായി മാറട്ടെ. ക്യാമറാമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്, നിള 24 ലൈവ്. ആഘോഷങ്ങൾ ഏതുമാവട്ടെ, നിങ്ങളുടെ മനസ്സിലുണ്ടോ? മാക്സിലുണ്ട്. മാക്സ് വെഡിംഗ് സെന്റർ, ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത.